പറഞ്ഞു, അത് യഹോവയുടെ വടിയാണ്, ദൈവത്തിന്റെ വടിയാണ്. അത് കടലിലേക്ക് നീട്ടുക. ഈ ഭാഗങ്ങളൊക്കെ നമുക്കറിയാം. കടൽ രണ്ടായി പിളർന്നു. ഉണങ്ങിയ നിലത്തൂടെ തന്റെ ജനമായ ഇസ്രായേലിനെ അക്കര കടത്തിയവനായ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അത് മാത്രമല്ല, ശത്രു സൈന്യത്തെ ആ സമുദ്രത്തിൽ മുക്കിക്കളഞ്ഞ് അവരെ നശിപ്പിച്ചവനായ ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ നമ്മെ വഴി നടത്തുവാൻ മതിയായവനാണ്. മരുഭൂമി യാത്രയിൽ വേണ്ടുന്നതൊക്കെയും തക്ക സമയത്ത് അവർക്ക് നൽകിക്കൊടുത്ത് അവരെ പരിപോഷിപ്പിച്ച ആ ദൈവത്തിന്റെ വേലയാണ് ഞാനും നിങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ആ ദൗത്യം നമ്മെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ആ ദൗത്യത്തിലേക്ക് എത്തിച്ചേരുവാൻ പല പടവുകൾ കടക്കേണ്ടി വരും. പല സ്റ്റെപ്പുകൾ നാം കടന്നു പോയെങ്കിൽ മാത്രമേ ആ നിർദ്ദിഷ്ട സ്ഥാനത്തേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ. ഒരിക്കൽ മോശ തൻ്റെ സഹോദരന്മാരുമായിട്ട് വഴക്കുണ്ടാക്കുന്ന ഒരു മിസ്രയീമിനെ തല്ലിക്കൊന്നു. പിറ്റേ ദിവസം സഹോദരന്മാർ തമ്മിൽ വഴക്കിട്ടപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ സഹോദരന്മാരല്ലോ, തമ്മിൽ വഴക്കിടുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ആ സഹോദരന്മാരോട് ചോദ്യം കയറി ചോദിച്ചു മോശയോട്, നിങ്ങളെ ഞങ്ങൾക്ക് ന്യായകർത്താവായി വെച്ചത് ആര്? നോക്കണമേ, അത് ഏകദേശം മോശയ്ക്ക് കർത്താവ് വെളിപ്പെട്ട് മിസ്രയീമിലേക്ക് അയക്കുന്നതിന് 40 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. മോശ ആ സ്ഥാനത്തേക്ക് എത്തിച്ചേരുവാൻ 40 വർഷമെടുത്തു. ദൈവം പറഞ്ഞത്, നിന്നെ അവർക്ക് ന്യായാധിപനായി, അവർക്ക് മേലധികാരിയായി ഞാൻ നിന്നെ അയക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഏത് സ്ഥാനത്ത് നിന്നെ ഞങ്ങൾക്ക് ന്യായാധിപതിയാക്കിയത് ആരെന്ന ചോദ്യത്തിന് 40 വർഷം കഴിഞ്ഞപ്പോൾ ഉത്തരം കിട്ടി. ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് എത്തിച്ചേരുവാൻ പലപ്പോഴും നമുക്ക് പല സ്റ്റെപ്പുകൾ കടന്ന് കയറേണ്ടി വരും. ദൈവവചനത്തിൽ നാം അനേകരെ കാണുന്നു. യോസേഫിന് ഒരു ദൗത്യമായി ദൈവം മിസ്രയീമിലേക്ക് അയച്ചു. യോസേഫിന് ദൈവം ദർശനങ്ങൾ കൊടുത്തു, വെളിപ്പാടുകൾ കൊടുത്തു. താൻ മിസ്രയീമിലേക്ക് കടന്നുപോയി. എന്നാൽ ആ കസേരയിൽ എത്തിച്ചേരുവാൻ, ആ സിംഹാസനത്തിൽ എത്തിച്ചേരുവാൻ പലവിധമായ ഘട്ടങ്ങളിലൂടെ തനിക്ക് കടന്നു പോകേണ്ടി വന്നു. തന്നെ കൊല്ലുവാൻ ഭാവിച്ചതിന്റെ സഹോദരന്മാര് പൊട്ടക്കണത്തിലിട്ടു. അവിടെ നിന്ന് എടുത്ത് വിറ്റു. പൊത്തിഫേറിന്റെ ഭവനത്തിൽ വന്നു. പൊത്തിഫേറിന്റെ ഭാര്യ അവിടെ നിന്ന് അവനെ ജയിലിൽ വിട്ടു. ജയിലിൽ കിടന്നു എന്ന് വേണ്ട പലവിധമായ കഷ്ടങ്ങൾ താൻ അനുഭവിച്ചു. ഇവിടെയൊക്കെ ആയിരിക്കുമ്പോഴും തന്റെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്ന ഒരു വിഷയമുണ്ടായിരുന്നു. കർത്താവ് എനിക്കൊരു ദർശനം തന്നിട്ടുണ്ട്, അവൻ ആ ദർശനം എന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കും. അങ്ങനെ ഒരു പൂർത്തീകരണത്തിലേക്ക് വന്ന ഒരു ദിവസമാണ് തന്റെ സഹോദരന്മാര് മിസ്രയീമിലേക്ക് വന്നത്. കാര്യങ്ങൾ വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ യോസേഫ് സഹോദരന്മാരുടെ കാര്യം പറഞ്ഞു. നിങ്ങൾ എന്നെ മിസ്രയീമിലേക്ക് വിറ്റതിൽ നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾക്ക് മുന്നമേ എന്നെ ദൈവം ഇവിടെ അയച്ചതാകുന്നു. ദൈവം അയച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും കർത്താവിനാൽ വിളിക്കപ്പെട്ട്, കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഓരോ സ്ഥാനങ്ങളിൽ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് വിശ്വസ്തയോടെ കർത്താവിന്റെ വേല ചെയ്യുവാനാണ്, കർത്താവിനെ സേവിക്കുവാനാണ്. അപ്പോൾ ആ സുവിശേഷ ദൗത്യം നമ്മൾ ഏറ്റെടുത്തെങ്കിലേ മതിയാകുകയുള്ളൂ. ഈ ദൗത്യത്തിൽ നിന്ന് പിന്തിരിയുവാൻ ഒരു വ്യക്തിക്ക് പോലും അവകാശമില്ല. നമ്മുടെ സഭയില്, നമ്മുടെ കുഞ്ഞുങ്ങളോട്, നമ്മുടെ തലമുറകളോട് നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടത്, നിങ്ങൾ ഓരോരുത്തരും ഓരോ സുവിശേഷകരാണ്. നിങ്ങളുടെ ദൗത്യം സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. ഈ കൊറോണ കാലയളവിൽ നടന്ന ഒരു സംഭവം പറഞ്ഞു ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. കൊറോണ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രസ്താവിച്ചു. ആരും വെളിയിലിറങ്ങല്ല, ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്നോണം. വീട്ടിനകത്താണെങ്കിൽ വീട്ടിനകത്ത്, വേറെ ഏതെങ്കിലും രാജ്യത്താണെങ്കിൽ അവിടെ. വെളിയിലിറങ്ങുവാൻ അവസരം. വെളിയിലിറങ്ങിക്കഴിഞ്ഞാൽ പിടിച്ചോണ്ടപ്പോൾ പോലീസ്. ഞങ്ങൾ ഡൽഹി പട്ടണത്തിൽ നിന്ന് ഞാനായിരിക്കുകയാണ്. ഞങ്ങളുടെ സെൻറ്ററിൽ ഞങ്ങൾ ഏകദേശം 18 പേര് വെളിയിലിറങ്ങാൻ വയ്യാതെ അവിടെ ഞങ്ങൾ കഴിയുകയാണ്. എന്നാൽ ഞങ്ങൾക്ക് കുറച്ച് കൃഷി ഉണ്ടായിരുന്നു അവിടെ, അതുകൊണ്ട് ഞങ്ങൾക്ക് ആഹാരത്തിന് പഞ്ഞം ഉണ്ടായില്ല. കൃഷി ചെയ്ത് ഞങ്ങൾ പച്ചക്കറികളും എല്ലാം പുഴുങ്ങി തിന്ന് ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തി. എന്നാൽ ആ സമയത്ത് എങ്ങനെ നമ്മൾ സുവിശേഷം അറിയിക്കുമെന്ന് തീരുമാനിച്ചപ്പോൾ ഏകദേശം 10,000-ലധികം പാസ്റ്റർമാര് ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനത്തോടൊപ്പമുണ്ട്. അവർക്കെല്ലാം മെസ്സേജ് അയച്ചു, നമുക്ക് സുവിശേഷീകരിക്കണം ഇന്ത്യയെ. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും 5 ഗ്രാമം അല്ലെങ്കിൽ 10 ഗ്രാമം ഏറ്റെടുത്ത് ആ ഗ്രാമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. 50,000 ഗ്രാമങ്ങള് ആ ഒറ്റ വർഷം കൊണ്ട് ഏറ്റെടുത്ത് പേരെഴുതി വെച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി.
ഇന്ന് ആ 50,000 ഗ്രാമങ്ങളിലും സഭകളുണ്ട്. Praise the Lord. Praise the Lord. ഈ കൊറോണ അങ്ങോട്ട് കഴിഞ്ഞ് ഒരു ചെറിയ ബ്രേക്ക് കിട്ടി കഴിഞ്ഞപ്പോൾ, നിങ്ങൾക്ക് വെളിയിലൊന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോൾ, ഹരിയാനയിൽ നിന്ന് ഒരു ചർച്ചിൽ നിന്ന് ഞങ്ങളെ വിളിച്ചു. ഡൽഹിയിൽ നിന്ന് നിങ്ങൾ 3-4 പേര് ഇങ്ങോട്ട് വരണം, ഇവിടെ ഒരു പ്രാർത്ഥന സംഘടിപ്പിച്ചിട്ടുണ്ട്, 1 വർഷത്തിന് ശേഷം കൂടുക. Praise the Lord. കുരുക്ഷേത്ര എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ കടന്നു പോകുവാനിടയായി. നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ ഹിസ്റ്ററിയിൽ. കുരുക്ഷേത്ര യുദ്ധം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ചിലരൊക്കെ അവിടെ പോയിട്ടുമുള്ളവരാണ്. Praise the Lord. എനിക്ക് അതിലും സന്തോഷമുള്ളത്, നമ്മൾ എപ്പോഴും പാടുന്നൊരു പാട്ടുണ്ട്, യേശുവിനുള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നു എന്നിൽ. അത് മലയാളം പരിഭാഷപ്പെടുത്തുന്നതിന് മുൻപ് അത് ഹിന്ദിയിലാണ് ആ പാട്ട് എഴുതിയത്. ആ പാട്ട് എഴുതിയ ദൈവത്തിൻ്റെ ദാസന്റെ പേരാണ് KD ഭട്ട്. ഹരിയാനക്കാരനാണ്, കുരുക്ഷേത്രക്കാരനാണ്. ഞങ്ങൾ അന്ന് പോയപ്പോൾ ആ കർത്താവിൻ്റെ ദാസന്റെ വീടിൻ്റെ അടുത്താണ് ഞങ്ങൾ ചെന്നത്. ആ കർത്താവിൻ്റെ ദാസന്റെ മകന് ആ പ്രാർത്ഥനയിൽ കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങൾ കടന്നുപോയി ആ മാന്യദേഹത്തെ കാണുവാനായിട്ട് ഇടയായി. അങ്ങനെ പ്രസിദ്ധമായൊരു സ്ഥലമാണ് ഈ കുരുക്ഷേത്ര എന്ന് പറയുന്നത്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഹോൾ നിറച്ച് 150-200 പേര് ഇരിപ്പുണ്ട്. സഭക്കാരെല്ലാം ഒന്നുകൂടിയിരിക്കുക, എല്ലാം മാസ്കും ഒക്കെ വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ ചെന്നു, മീറ്റിംഗ് ആരംഭിച്ചു. പാസ്റ്റർ എഴുന്നേറ്റ് പറഞ്ഞു, ഞങ്ങൾ കർത്താവിന്റെ ദാസന്മാരെ ഡൽഹിയിൽ നിന്ന് വരച്ചത് എന്തിനാണെന്ന് അറിയാമോ? ഇവിടെ ഇന്നൊരു സ്നാന ശുശ്രൂഷയുണ്ട്. 26 പേര് അന്ന് ആ ദൈവദാസന്റെ കരക്കീഴിൽ സ്നാനപ്പെടുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഈ ഒറ്റ വർഷം കൊണ്ട് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച് ഏറ്റെടുത്ത ഗ്രാമത്തിൽ നിന്ന് ദൈവം വിളിച്ചുകൊണ്ട് വന്നവരാണ് ആ ഒറ്റ സഭയിലെ 26 പേരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉറുമ്പിനെ ഒരു ഇൻവിറ്റേഷൻ നമ്മൾ കൊടുക്കണ്ട. പ്രൈസ് ദി ലോർഡ്. എന്തോ ചെയ്താൽ മതി, പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി, അവൻ തന്നെ വന്നോളൂ. പ്രൈസ് ദി ലോർഡ്. അതുപോലാണ് സുവിശേഷീകരണം കേട്ടോ. നിനക്ക് പോകുവാൻ കഴിയുകയില്ല എങ്കിൽ നീ പ്രാർത്ഥിച്ചാൽ മതി, നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. അങ്ങനെ ഞങ്ങൾ അന്ന് ആരംഭിച്ച ഒരു പ്രാർത്ഥനയാണ് ഫ്രാൻ പ്രയർ എന്ന് പറഞ്ഞ്, FRAN. അതിൽ 4 ഗ്രൂപ്പുകളാണുള്ളത്. F എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ എത്ര ഫ്രണ്ട്സ്, ഒത്തിരി പേരില്ലേ, അതിലൊരു 5 പേരെ കർത്താവിനെ രക്ഷിതമായി സ്വീകരിക്കാത്ത 5 പേരുടെ പേര് എഴുതി വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അടുത്തത് റിലേറ്റീവ്സ്, നമ്മുടെ ബന്ധുക്കളിൽ പലരും യേശുവിനെ വേണ്ട വിധത്തിൽ അറിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള 5 കുടുംബത്തെ എഴുതി വെച്ച് പ്രാർത്ഥിക്കണം. അടുത്തത് നമ്മുടെ അസോസിയേറ്റ്സ്, നമ്മുടെ കൂടെ നമ്മൾ ജോലി ചെയ്യുമ്പോഴോ നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ കൂട്ടുകാരുണ്ടല്ലോ, നമ്മോടൊപ്പം ജോലി ചെയ്യുന്നവരെ, അങ്ങനെയുള്ള 5 പേരെ. പ്രൈസ് ദി ലോർഡ്. അടുത്തത് നമ്മുടെ നെയ്ബേഴ്സ്, നമ്മുടെ അയൽവാസികൾ. നിങ്ങൾ എത്ര പേര് നമ്മുടെ അയൽവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. അവനൊരു പക്ഷേ ഹിന്ദു ആയിക്കൊള്ളട്ടെ, മുസ്ലിം ആയിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, ഇവരെല്ലാം ദൈവത്തിന്റെ സൃഷ്ടികളാണ്. ഹല്ലേലൂയ. അങ്ങനെ 5 കുടുംബങ്ങളെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? വടക്കേന്ത്യയിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ അനേകം യേശുവിനെ കണ്ടെത്തുവാൻ, യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ, യേശുവിന്റെ കൽപ്പന അനുസരിപ്പാൻ, സഭയുടെ അംഗങ്ങളായി ചേരുവാൻ ദൈവം കൃപ ചെയ്തെങ്കിൽ ഈ നമ്മുടെ കേരളത്തിന്റെ പ്രദേശത്ത് ഈ 1000 പഞ്ചായത്തിന് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. എന്നാൽ ഈ ഉദ്യമനം നാം ഏറ്റെടുത്തുകൊണ്ട് ദിവസങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയും ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. അപ്പോൾ സുവിശേഷീകരണത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, ഹല്ലേലൂയ, അങ്ങനെ വിവിധ നമ്മുടെ ജീവിതത്തിലൂടെ, സുവിശേഷീകരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ്. നമ്മുടെ ജീവിതം കണ്ട് വേണം ആൾക്കാർ യേശുവിനെ സ്വീകരിക്കാൻ. ഒരു മർത്തമായിലെ ഒരു അച്ഛൻ പറഞ്ഞൊരു കഥയോടെ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാം. മർത്തമായിലെ ഞാൻ പല പ്രസംഗങ്ങളും ഇങ്ങനെ കേൾക്കാറുണ്ട്. മർത്തമായിലെ ആയാലും യാക്കോബയായാലും ദൈവവചനം ഞാൻ കേൾക്കും. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ എടുക്കും, ആവശ്യമില്ലാത്തത് കളയും. ഒരു ദൈവദാസൻ, ഒരു അച്ഛൻ, ഒരു സാമുവേൽ അച്ഛൻ എന്ന് പറയുന്ന അച്ഛൻ, നിങ്ങൾ പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം പറഞ്ഞപ്പോൾ മർത്തോമാ സഭയെക്കുറിച്ച് പറഞ്ഞത്, മർത്തോമാക്കാരോട് പറഞ്ഞത് നമ്മൾ സുവിശേഷം സഭയാണ്, സുവിശേഷം അറിയിക്കുക എന്നുള്ള ദൗത്യം നമ്മുടേതാണ്. അപ്പൊ പല രീതിയിൽ നമുക്ക് സുവിശേഷം അറിയിക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് ഒരു കഥ പറഞ്ഞത്, ഒരിക്കല് ഒരു കുടുംബം വളരെ ക്ഷീണിച്ച ആ വീട്ടുകാരൻ, കുടുംബനാഥൻ പാരലൈസായി തനിക്ക് നടപ്പാൻ കഴിയുകയില്ല. എന്നാൽ ഈ ഭാര്യ ഈ നടക്കാൻ വയ്യാത്ത ഈ ഭർത്താവിനെ കൈക്ക് പിടിച്ച ഒരു പരുവത്തിന് 3 കുഞ്ഞുങ്ങളുമായിട്ട് ഈ മദ്രാസിന്റെ അരമനയിലേക്ക് ചെന്നു. അരമനയിൽ ചെന്ന് നമ്മളെ പോലെ ഒന്ന് കേട്ടോ, മദ്രാസിനെ കാണുന്നുണ്ടെങ്കിൽ പല പടികൾ കടന്നു പോകണം. ദൈവത്തെ എങ്ങനെയും കാണാം, ഇവരെയൊക്കെ കാണാൻ വലിയ പാടാം. അപ്പൊ അവിടെ ചെന്നപ്പോഴേ, വാതുക്കെ ചെന്നപ്പോഴേ, റിസപ്ഷനിൽ ചെന്നപ്പോഴേ പറഞ്ഞു, എന്താണെന്ന് ചോദിച്ചു. മദ്രാസിനെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനൊന്നും കാണാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ഞങ്ങൾ ഇന്ന് മദ്രാസിനെ കണ്ടിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞു. ഇവര് നിർബന്ധം പിടിച്ച് ചോദിച്ചു, എന്തിനാ? അത് ഞങ്ങൾക്ക് മദ്രാസിനോട് പറയാനുള്ളൂ. മദ്രാസിനോട് ഞങ്ങളോട് പറയത്തില്ലേ? ഇല്ല, നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. മദ്രാസിന് അപ്പം ഇതെല്ലാം പുള്ളി കേട്ടോണ്ടിരിക്കുന്നത് പുള്ളി ഇറങ്ങി. മദ്രാസിന് ഇറങ്ങി വെച്ച്, എന്താ സഹോദരൻ, എന്താ
കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പം അന്നേരം പറഞ്ഞത്, ഞങ്ങൾക്ക് ക്രിസ്ത്യാനിയാകണം, ഞങ്ങൾക്ക് ക്രിസ്ത്യാനിയാണ്, ഹിന്ദുക്കളാണ്. അപ്പം മെത്രാച്ചൻ ചോദിച്ചു, നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല. പ്രസംഗം കേട്ടിട്ടുണ്ടോ? ഇല്ല. എവിടെങ്കിലും കൺവെൻഷന് പോയിട്ടുണ്ടോ? ഇല്ല. എന്തെങ്കിലും പള്ളി പോയിട്ടുണ്ടോ? ഇല്ല. പിന്നെന്തിനാണ് നിങ്ങൾ ക്രിസ്ത്യാനിയാകുന്നത്? അപ്പം പറഞ്ഞു, എൻ്റെ ഈ ഭർത്താവ് 3.5 വർഷമായി കിടപ്പ് രോഗിയായിരുന്നു, പാരലൈസായി. ഞങ്ങൾക്ക് ഒരു വഴിയുമില്ല, ആഹാരം കഴിക്കാനില്ലായിരുന്നു, കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ നിവൃത്തിയില്ലായിരുന്നു. ഞങ്ങളുടെ അടുത്തൊരു തങ്കച്ചാൻ എന്ന് പറഞ്ഞൊരു അച്ചായനുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 3.5 വർഷക്കാലവും ഈ തങ്കച്ചാനാണ് ഞങ്ങൾക്ക് ആഹാരം തന്നതും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ വിട്ടതും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾ ഒരു ദിവസം ഈ തങ്കച്ചാനോട് ചോദിച്ചു, തങ്കച്ചായ, ഈ അന്യജാതിക്കാരായ ഞങ്ങളെ എന്തിനാ ഇത്രയും ഞങ്ങളെ സ്നേഹിക്കുന്നത്? ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ വേണ്ടതൊക്കെ മേടിച്ചു തന്നു, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരമൊക്കെ തന്നു, ഇത് എന്തിനാണ്? എന്താണ് ഇതിൻ്റെ രഹസ്യം? അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചത് അതാണ്. ഞാനിവിടെ ആഹാരം കഴിച്ച് ഇഷ്ടനായിരിക്കുമ്പോൾ നിങ്ങളവിടെ പട്ടിണി കിടക്കുമ്പോൾ എനിക്ക് ഉറക്കം വരികയില്ല, എനിക്ക് എൻ്റെ ആഹാരം എൻ്റെ വായിൽ നിന്ന് താഴോട്ട് പോകുകയില്ല, അത് ഞങ്ങളുടെ ദൗത്യമാണെന്ന് പറഞ്ഞു. അന്ന് പറയുകയാണ്, ഈ തങ്കച്ചായൻ്റെ യേശുവിനെ ഞങ്ങൾക്ക് വേണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ സുവിശേഷീകരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ്. നമ്മുടെ ജീവിതം കൊണ്ട് സുവിശേഷം അറിയിക്കുവാൻ, മറ്റുള്ളവരെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ജീവിതം കർത്താവിന് യോഗ്യമായിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നമ്മളെ കണ്ട് അനേകർ കർത്താവിലേക്ക് വരുവാനായിട്ട് ഇടയായിത്തീരും. ദൈവവചനത്തിൽ നോക്കുമ്പോൾ അനേകരെ, ശൗലിനെ ദൈവം തിരഞ്ഞെടുത്തു, അവനെ അയച്ചു. അതുപോലെ ദാവീദിനെ അയച്ചു. എല്ലാവർക്കും ഓരോ ദൗത്യം കൊടുത്താണ് അയച്ചത്. യോനയോട് പറഞ്ഞു, വലിയ ദൗത്യം കൊടുത്താ യോനയെ വിട്ടത്. പക്ഷേ യോന അതൊന്നും ചെയ്തില്ല. 3 ദിവസം യാത്ര ചെയ്ത് പോകേണ്ടടുത്ത് 12 ദിവസത്തിൽ കൂടുതൽ യാത്ര ചെയ്താണ് അവസാനം അവിടെ എത്തിച്ചേർന്നത്. പ്രൈസ് ദി ലോർഡ്. ആ വിവിധ വിഷയങ്ങളൊക്കെ പറയാനുള്ള സമയമില്ലല്ലോ, ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ഈ വലിയ ദൗത്യം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട്, ഹല്ലേലൂയ, വെറും സുവിശേഷീകരണം എന്ന് പറയുന്നത് ഒരു പരസ്യയോഗമോ ഒരു ഭവന സന്ദർശനത്തിലോ ഒതുങ്ങാതെ, ഹല്ലേലൂയ, അവരെ ശിഷ്യരാക്കിക്കൊണ്ട് അവരെ പ്രിപ്പയർ ചെയ്ത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവരെ മുന്നോട്ട് അയച്ച് അവരെ ശിഷ്യന്മാരാക്കി, അങ്ങനെ കർത്താവ് നമുക്ക് തന്നതായ ആ ദൗത്യം പൂർത്തീകരിക്കുവാൻ ഇത് വർഷങ്ങളെ നമ്മെ ഇടയാക്കട്ടെ. നമ്മൾ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. നമ്മൾ പറയും, ആമീൻ കർത്താവായ യേശുവേ. പക്ഷെ ഞങ്ങൾ എല്ലാവരും പറഞ്ഞത് വേഗം വരണേ. കർത്താവ് പറഞ്ഞത്, ഞാൻ വേഗം വരുന്നു. പക്ഷെ നമ്മൾ പറയുന്നത് എന്താ? വരണമേ. വേഗം വരാഞ്ഞത് നന്നായി. കാരണം ചിലപ്പോൾ നേരത്തെ വന്നിരുന്നെങ്കിൽ നമ്മളിൽ പലരും ഈ കൂട്ടത്തിൽ കാണത്തില്ലായിരുന്നു. ദൈവം താമസിച്ചത് കൊണ്ട് നമ്മളെല്ലാവരും ഈ കൂട്ടത്തിലാകുവാൻ ദൈവം ഇവിടെയാക്കി. എന്നാൽ കർത്താവിന്റെ വരവേറ്റപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് അറിയാമോ? ഇന്ന് സുവിശേഷ പ്രതികള്, അതുപോലെ ദൈവവചനം പ്രിന്റ് ചെയ്ത് ഏതെല്ലാം ഭാഷകളിൽ ബൈബിൾ ഇല്ലയോ ആ ഭാഷകളിലെല്ലാം പ്രിന്റ് ചെയ്ത് ഓരോരുത്തർക്കും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വായിക്കുവാൻ കഴിയില്ലാത്തവർക്ക് വേണ്ടി മെഗാ വോയിസിൽ ബൈബിള് മുഴുവൻ റെക്കോർഡ് ചെയ്ത് ഓരോ ദേശത്തേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകം മുഴുവൻ സുവിശേഷീകരിക്കുവാനുള്ളതായ സകല മെറ്റീരിയലും ഇന്ന് നമ്മുടെ കരങ്ങളിലുണ്ട്. അതൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡൽഹിയിൽ ഊമർക്കും ബധിരർക്കും വേണ്ടി ബൈബിളില്ല. നിങ്ങൾക്കറിയാമോ? അമേരിക്കയിൽ മാത്രമേ അമേരിക്കൻ ലാംഗ്വേജിൽ, സൈൻ ലാംഗ്വേജിൽ ബൈബിൾ പുതിയ നിയമമുള്ളൂ. എന്നാൽ ഇന്ത്യൻ ലാംഗ്വേജിൽ ഇപ്പോൾ അവിടെ ഇതിന് നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ പ്രിന്റിങ്ങും കാര്യങ്ങളും അതിൻ്റെ റെക്കോർഡിങ്ങും എല്ലാം നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ പറയാൻ വന്നൊരു കാര്യം, കർത്താവിന്റെ വരവേറ്റപ്പെടുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് വന്നാൽ നാം പോകുവാൻ ഒരുങ്ങിയിരിക്കുകയാണ്. എന്നാൽ നാം മാത്രമല്ല, അനേകർ പോകാനുണ്ട്. അവരെ കൊണ്ടുപോകേണ്ടത്, അവരെ ഇതിലേക്ക് നനയിക്കേണ്ടത്, ആ ജോലി ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ മുൻപോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ സമയം ഒരുക്കിത്തന്ന് കർത്താവിന്റെ ദാസനും പ്രിയപ്പെട്ടവർക്കും എൻ്റെ വന്ദനം അറിയിക്കുന്നു. ഞങ്ങളെ നിരന്തരം പ്രാർത്ഥനയിൽ ഓർക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ.